قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും നെറികെട്ട ഒരു രാഷ്ട്രം ഏതാണ്ട് 470 ദിവസങ്ങളായി, അല്ലെങ്കിൽ 470 ദിവസങ്ങളിൽ ഗസ എന്ന് പറയുന്ന ഭൂമിയിലെ ഒരു തുരുത്തിൽ നിരന്തരമായി ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ശരിയായ കണക്കനുസരിച്ച് 136 മനുഷ്യരാണ് ഈ 470 ദിവസവും അവിടെ മരിച്ചു വീണുകൊണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കഴിഞ്ഞ ഈ ജനുവരി 19-ാം തീയതി അതിനൊരു താൽക്കാലിക വിരാമം വന്നത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. താൽക്കാലിക വിരാമം എന്ന് ഞാൻ പറയാൻ കാരണം, ഏത് നിമിഷവും അതിനി പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നെറുകേടിൻ്റെയും കരാർ ലംഘനത്തിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രമാണ് ഇസ്രായേൽ സൈനിസത്തിൻ്റെ, ജൂത സൈനിസത്തിൻ്റെ എക്കാലത്തെയും ചരിത്രം. അതാണ് നമ്മൾ ഇത് ഏത് നിമിഷവും പുനരാരംഭിക്കാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ ഒരു യുദ്ധമെന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ 1-2 ഖുതുബകളിലൂടെ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നു. ഒരു യുദ്ധമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വൻ രാഷ്ട്രമാണ്. AI അടക്കമുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്യന്താധുനികമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളുള്ള ആയുധങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതേസമയം ഗസ എന്ന് പറയുന്നത് ഒരു കുറേ തോക്കുകൾ ധരിച്ച അൽക്കസാം ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു പോരാട്ട ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പം ഗസയുടെ സായുധശേഷി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ ഒരു അത്യന്താധുനിക ആയുധങ്ങളുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ ഒരർത്ഥത്തിലും ഒരു യുദ്ധം എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ വ്യവഹരിക്കാൻ കഴിയില്ല. ഇനി എന്തിനാണ് ഈ യുദ്ധം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, 6024 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തെ വെറും 365 സ്ക്വയർ കിലോമീറ്ററിലേക്ക് ചുരുട്ടിക്കെട്ടി, അതും പോരാഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും മതിലുകൾ കെട്ടിത്തീർത്ത് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അതിശക്തമായ ഉപരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹവുമായിട്ടാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തിനോടാണ് യുദ്ധം ചെയ്തത്. അല്ലെങ്കിൽ അതിൻ്റെ ആ വീർപ്പുമുട്ടലിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി നമ്മൾ തൂഫാനുൽ അക്സ എന്ന പേരിൽ കണ്ടത്. നമ്മുടെ UN ജനറൽ സെക്രട്ടറി അന്റോണിയോസ് ഗുട്ടറൻസിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ,
ആ പോരാട്ടം എന്ന് പറയുന്നത് 2023 ഒക്ടോബർ 7 ശൂന്യതയിൽ നിന്നുണ്ടായതല്ല, മറിച്ച് അവർ 56 കൊല്ലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിൽ നിന്നുണ്ടായതാണ് ഈ പോരാട്ടം, അല്ലെങ്കിൽ ഈ യുദ്ധം, അല്ലെങ്കിൽ ഈ ഒക്ടോബർ 27 തൂഫാനുൽ അക്സ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വെറുതെ ഉണ്ടായതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ഇപ്പൊ സന്തോഷം കളിയാടുകയാണ്. യുദ്ധം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചെങ്കിലും തൊട്ടപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ അവർ ഇന്നലെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരെയെങ്കിലും കൊന്നു തള്ളാതെ അവർക്കവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷം ആ രാഷ്ട്രത്തിനവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും അവര് ഗസയിലെ ജനങ്ങൾ നിർഭയമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്, അവിടെ സന്തോഷിച്ച് ചിരിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ഭയത്തിൻ്റെ നിഴലിലല്ല അവരുടെ മുഖഭാവമുള്ളത്. എന്നാൽ അങ്ങോട്ട് നോക്കിയാൽ എപ്പോഴും ഭയത്തിൻ്റെ നിഴലിലായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാനല്ല, തികച്ചും വേറൊരു തലത്തിലൂടെ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വിജയപരാജയങ്ങൾ നമുക്കറിയാം. ഗസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു അവകാശവാദങ്ങളും ലക്ഷ്യം കാണാതെയാണ് മധ്യസ്ഥന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വിജയപരാജയങ്ങൾ പരിശോധിക്കുമ്പോൾ ഗസയുടെ ഭാഗത്ത് തന്നെയാണ് വിജയമുള്ളത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആളുകൾ മരിച്ചു എന്നുള്ളതൊക്കെ, ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ, അത് പോരാട്ടങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പോരാട്ടങ്ങളുടെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളെയും കാണുന്നത് പോലെയാണ് കാണേണ്ടത്. അല്ല നമ്മൾ സുഖിച്ച് ജീവിക്കുന്നത് പോലെ അത്തരം പോരാട്ടങ്ങളെ കണ്ടാൽ ആ സമവാക്യമായിട്ടൊന്നും ഇത് ചേരൂല നമ്മൾ മനസ്സിലാക്കണം. അത് ഗസയുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തെ ഏത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും നമ്മൾ വിലയിരുത്തേണ്ടത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളായിട്ടാണ്. അല്ലാതെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ മരിച്ചു വീഴുന്നതും അവരുടെ നഷ്ടവും ലാഭവും കണക്കൂട്ടിയിട്ടല്ല അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അത് മറ്റൊരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരു സമാനതയുമില്ല ഈ യുദ്ധത്തിനുണ്ടാവില്ല. ഈ ഗസക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടത്തിന് ചരിത്രത്തിൽ നമുക്കൊരു സമാനത കണ്ടെത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ പോരാട്ടങ്ങൾക്ക്. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈനികമായി ഒരു സിമിലാരിറ്റിയോ ഒരു ഇക്വാലിറ്റിയോ ഇല്ലാത്ത യുദ്ധമാണ് ഇവിടെ നടന്നത്. സൈനികമായി ഒരു സിമിലാരിറ്റിയും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഞാൻ പറഞ്ഞല്ലോ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഒരു ചുരുങ്ങിയ പ്രദേശത്ത് അതിൻ്റെ അളവ് ഞാൻ പറയാം. 22,145 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. 22,145 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ 8 ഇരട്ടിയുണ്ട് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഗസ എന്ന് പറയുന്നത് വെറും 365 സ്ക്വയർ കിലോമീറ്റർ ആണ്. എറണാകുളം ജില്ലയുടെ 8-1 ഗസയുള്ളൂ. എറണാകുളം ജില്ലയുടെ 8 ഇരട്ടിയുള്ള ഇസ്രായേലും എറണാകുളം ജില്ലയുടെ 8-1 ഗസയും തമ്മിലാണ് പോരാട്ടം എന്ന് പറയുന്നത്. സൈനികമായ ഒരു ചേർച്ചയുമില്ല, ഒരു സിമിലാരിറ്റിയുമില്ല. ഇങ്ങനൊരു യുദ്ധം ഒരുപക്ഷെ ആധുനിക നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ആ 365 സ്ക്വയർ കിലോമീറ്ററിൽ പോലും സ്വതന്ത്രമായി അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും അടച്ചു കെട്ടിയാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് ചെന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വെറും 3 കവാടങ്ങളിലൂടെ മാത്രമാണ്, അതും അവരുടെ എല്ലാ ഡിറ്റക്ഷനും കഴിഞ്ഞു മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റുള്ളൂ. അതിൽ 2 കവാടങ്ങൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണുള്ളത്, 1 കവാടം ഈജിപ്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. അങ്ങനെയുള്ള ഒരു അടച്ചുപൂട്ടിയ ഒരു എലിക്കണി പോലത്തുള്ള ഒരു സംഗതിയിലാണ് ആ ജനത ജീവിക്കുന്നത്. അവരോടാണ് ഇസ്രായേൽ പോരാടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോരാട്ടമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. 8 ഇരട്ടിയുള്ള ഒരു ഭൂപ്രദേശമുള്ള ഒരു രാജ്യവും 8-1 ഭൂപ്രദേശമുള്ള ഗസയും തമ്മിലുള്ള പോരാട്ടം. ആധുനിക സൈനിക ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അതുമില്ല. എന്ന് മാത്രമല്ല, അവരൊറ്റക്കാണോ യുദ്ധം ചെയ്തത്? അല്ല. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളുടെ പ്രബലമായ രാഷ്ട്രങ്ങളുടെ സാമ്പത്തികവും ആയുധങ്ങൾ കൊണ്ടുള്ള സകല സഹായങ്ങളോടും കൂടിയാണ് ഇസ്രായേൽ ഗസയോട് യുദ്ധം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം, ക്ലിയറൻസ് എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ സഹായിക്കാൻ ആരുമില്ല. ഇവരുടെ കയ്യിലേക്ക് ഒരു തോക്ക് പോലും കൊടുക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ലോകർക്കറിയാം. അപ്പൊ ആ നിലക്ക് ചരിത്രത്തിൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ലോകത്ത്
ഇത്രയും ഏജൻസികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട ഒരു യുദ്ധം ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത്രയും ഏജൻസികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള പ്രബല രാഷ്ട്രങ്ങളടക്കം ലോകത്തെ ഉயிருള്ള മുഴുവൻ രാഷ്ട്രങ്ങളിലും ലക്ഷങ്ങൾ പങ്കെടുത്ത റാലികളാണ് ഈ യുദ്ധം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നത്. ആകെ നടക്കാതെ പോയത് അറബി തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള ഒരു കുറച്ച് രാഷ്ട്രങ്ങളിൽ മാത്രമാണ് പ്രതിഷേധ റാലികൾ നടക്കാതെ പോയത്. ബാക്കി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ റാലികൾ, പ്രകടനങ്ങൾ, മറ്റു പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ നിരവധി പ്രമേയങ്ങൾ പാസാക്കി ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ സവിശേഷമായ അധികാരമായ ആർട്ടിക്കിൾ 99 എടുത്തു പ്രയോഗിച്ചു നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അതുമാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ICJ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞു ഇത് നിർത്തിവെക്കാൻ. അതിനകത്തുള്ള 17 ജഡ്ജിമാരിൽ 15 ജഡ്ജിമാരും ഇസ്രായേലിനെ യുദ്ധ കുറ്റവാളിയായിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. 2 ജഡ്ജിമാരെന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലിൻ്റെയും മറ്റൊന്ന് റുവാണ്ടയുടേതുമാണ്. ബാക്കി ജഡ്ജിമാര് സംയുക്തമായിട്ട് ആവശ്യപ്പെട്ടു ഇത് നിർത്തിവെക്കണം, കുറ്റവാളിയാണ്, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അതോടൊപ്പം തന്നെ ലോകത്ത് ക്രൈസ്തവ സമൂഹവും ഒരു പരിധിവരെ ജനറലി ലോക സമൂഹവും ആദരിക്കുന്ന വത്തിക്കാനിലിരിക്കുന്ന മാർപ്പാപ്പ അദ്ദേഹം 3 പ്രാവശ്യം ആവശ്യപ്പെട്ടു ഈ യുദ്ധം വംശഹത്യയാണ്, ഇത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ഏജൻസികൾ GCC, OIC, ബ്രിക്സ് ഉച്ചകോടികൾ ഇതിനിടയിൽ പലവട്ടം നടന്നിരുന്നു. ബ്രിക്സ് ഉച്ചകോടി ഒരു പ്രാവശ്യമാണ് നടന്നത്. ആ ഉച്ചകോടിയിലടക്കം എല്ലാ സമ്മിറ്റിലും ഈ യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ, ഓക്സ്ഫാം, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, UN-ന്റെ OCH അടക്കമുള്ള എല്ലാ ഏജൻസികളും ഈ യുദ്ധം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിലുപരിയായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, UN ചിൽഡ്രൻസ് ഫണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം തുടങ്ങിയ 15 ഏജൻസിയുടെ തലവന്മാർ സംയുക്ത പ്രസ്താവന നടത്തി ഈ യുദ്ധം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഞാനിവിടെ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് വ്യക്തികളും ഒരുപാട് ഏജൻസികളും ഈ യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയിലുള്ള ജൂത സമൂഹം ഞങ്ങളുടെ പേരിൽ ഈ യുദ്ധം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇസ്രായേലിലെ ഒരുപറ്റം ജൂത സമൂഹം ഇങ്ങനൊരു യുദ്ധവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. അവസാനം അമേരിക്കയിലെ ഒരു മനുഷ്യൻ ഇതിന്റെ പേരിൽ പരസ്യമായി ലോകം നോക്കി നിൽക്കെ ആത്മാഹുതി ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ഏജൻസികൾ ഒരു രാജ്യത്ത് ഒരു കാലത്തുണ്ടായ യുദ്ധം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട മറ്റൊരു യുദ്ധവും നമുക്ക് ചരിത്രത്തിൽ കാണുക സാധ്യമേ അല്ല. അത്രയും ഏജൻസികൾ ഇത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടും ഈ നെറികെട്ട ഭരണാധികാരി അത് നിർത്തിവെച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു ഈ യുദ്ധത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം ജില്ലയുടെ 8 ഇരട്ടിയുള്ള ഒരു ഭൂപ്രദേശവും 8-1 ഒരു ഭൂപ്രദേശവും തമ്മിലുള്ള പോരാട്ടമാണ്. ആ ചുരുങ്ങിയ പ്രദേശത്ത്, ഒരു ചെറിയ ജോഗ്രഫിയിൽ ഒരു പക്ഷേ ഇത്രയും അത്യന്താധുനികമായ ആയുധങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു യുദ്ധം ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. യുദ്ധങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഞാനീ പറയുന്ന സ്പെഷ്യാലിറ്റി ഉള്ള യുദ്ധങ്ങളൊന്നും ഒരുപക്ഷെ ചരിത്രത്തിൽ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ 360 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്ന നമ്മുടെ വൈപ്പിൻ ഐലൻഡിനേക്കാൾ കുറച്ചുകൂടി വിസ്തൃതിയുള്ള ഒരു പ്രദേശത്താണ് ഇത്രയും AI അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളും മെക്കാനിസങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും ആളുകളെ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ അവസാനം ബിൽഡിങ്ങുകളുടെ അടിയിൽ നിന്ന് കണ്ടെത്തിയ ആളുകളുടെ എണ്ണവും അടക്കം 47,287 സാധാരണ മനുഷ്യരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. സാധാരണ മനുഷ്യരാണ്. ലാൻസെറ്റ് മെഡിക്കൽ ജേർണലിന്റെ കണക്കനുസരിച്ച് ഇത് തെറ്റാണ്. ഇതിന്റെ 60% കൂടി കൂടുതൽ ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ 64,000 ആളുകൾ ഇതിനകം സാധാരണ മനുഷ്യർ, ബാക്കി അൽഖസാം ബ്രിഗേഡിന്റെ ആളുകളല്ല, സാധാരണ അവിടുത്തെ ജനങ്ങൾ, കുട്ടികള്, സ്ത്രീകള്,
കുഞ്ഞുങ്ങൾ, ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കാണ് ഈ 64,000 എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ 18,000 കുട്ടികളാണ്. ബോംബ് എന്താണ്, അധിനിവേശം എന്താണ്, തീവ്രവാദം എന്താണ്, ഭീകരവാദം എന്താണ്, ഇതൊന്നും അറിയാത്ത 18,000 കുട്ടികളാണ് സ്വതന്ത്രമായി നിഷ്കളങ്കരായ പക്ഷികളെപ്പോലെ പറന്നടിച്ച് ജീവിച്ചിരുന്ന 18,000 കുട്ടികളാണ് അവർ കൊല ചെയ്യപ്പെട്ടത്. 1100 ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് വർക്കേഴ്സ് അവിടെ കൊല ചെയ്യപ്പെട്ടു. 1100. ഒരുപക്ഷെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും ചുരുങ്ങിയ പ്രദേശത്ത് ഇത്രയും ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ 237 UN പ്രവർത്തകർ വധിക്കപ്പെട്ടു. ഇതും UN ഉണ്ടായതിനു ശേഷം UN ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്രയും ആളുകൾ ഇത്രയും ചുരുങ്ങിയ പ്രദേശത്ത് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് കൊല്ലപ്പെട്ടത് ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടാവില്ല. 204 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 25,000 കുട്ടികൾ അനാഥമാക്കപ്പെട്ടു. 25,000 കുട്ടികൾ അനാഥമാക്കപ്പെട്ടു. 19 ലക്ഷം, 90% ജനങ്ങൾ, ഒരു രാജ്യത്തെ ഒരു പ്രദേശത്തെ 90% ജനങ്ങളും എന്തായി? അഭയാർത്ഥികളായി മാറി. അഥവാ 19 ലക്ഷം. 20-21 ലക്ഷം ജനങ്ങളെ അവിടെ ആകെ ഉള്ളൂ. അതിനകത്ത് 19 ലക്ഷം ജനങ്ങളും അഭയാർത്ഥികളായി മാറി. അത് വെറും അഭയാർത്ഥികളായി മാറുന്നില്ല, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഒരു ദിവസം പറയും അങ്ങോട്ട് പോകണമെന്ന് പറയും, പിറ്റേ ദിവസം പറയും അവിടെ അവർ ഒളിച്ചിരിപ്പുണ്ട് ഇങ്ങോട്ട് പോകണമെന്ന് പറയും. അങ്ങനെ നമ്മളൊന്ന് നെട്ടോട്ടമോടുന്ന ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ രോഗികളായിട്ടുള്ള ബന്ധുക്കളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേൽ പറയുന്നതനുസരിച്ച് നെട്ടോട്ടമോടുന്ന ആ ചിത്രം നമ്മളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ദയനീയമാണ് ആ ജനസമൂഹത്തിന്റെ അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ 2 പേർ മാത്രമുള്ള, ഒരുപാട് ആളുകൾ കുടുംബത്തിലുണ്ടായി, പക്ഷെ അവരെയൊക്കെ ഇവർ കൊന്ന് ചവച്ച് തുപ്പിയതിന് ശേഷം 2 പേര് മാത്രമായി അവശേഷിച്ച 3472 കുടുംബങ്ങൾ ഇന്ന് ഗസയിലുണ്ട്. ഒരാൾ മാത്രം, കുടുംബത്തിലെ ബാക്കി എല്ലാവരും ഇവരുടെ ആക്രമണത്തിൽ ജീവൻ ബലി കൊടുത്തു. ഒരാൾ മാത്രം ബാക്കിയുള്ള 1364 കുടുംബങ്ങൾ ഇന്ന് ഗസയിലുണ്ട്. ഒരു കുടുംബങ്ങളിൽ ആരുമില്ല, എല്ലാവരും വേരോടെ പിഴുതെടുക്കപ്പെട്ടു ഈ തെമ്മാടി. അങ്ങനത്തെ 902 കുടുംബങ്ങൾ, ആ കുടുംബത്തിന്റെ അഡ്രസ്സ് പോലുമില്ല ഇന്ന് ഗസയിൽ. അങ്ങനത്തെ 902 കുടുംബങ്ങൾ അവിടെയുണ്ട്. 22,600, ഒരു കയ്യോ ഒരു കാലോ രണ്ടും കൂടിയോ നഷ്ടപ്പെട്ട 2,600 മനുഷ്യർ ആ ഗസയിൽ ജീവിച്ചിരിപ്പുണ്ട്. ജനിച്ച ഉടനെ തന്നെ കൊല്ലപ്പെട്ട 100 കണക്കിന് കുട്ടികൾ അവിടെയുണ്ട്. അതുമാത്രമല്ല, ഇൻകുബേറ്ററിൽ വെച്ച് ജീവനോടെ കൊല്ലപ്പെടേണ്ടി വന്ന നിരവധി കുട്ടികൾ അവിടെയുണ്ട്. 123 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 267 ആരാധനാലയങ്ങൾ. ഇതെവിടെയും ഉണ്ടാവില്ല, ഇത്രയൊരു പ്രദേശത്ത് 267 ആരാധനാലയങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. ആശുപത്രികൾ ഉണ്ടായിരുന്ന ആശുപത്രി ആകെ 36 ആശുപത്രിയാണ് ഉണ്ടായത്. അതിലെല്ലാം തന്നെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നശിപ്പിക്കപ്പെട്ടു. 140 ആംബുലൻസുകൾ അവർ ബോംബ് വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. 4,36,000 വീടുകൾ തകർത്ത് കളഞ്ഞു. 4,36,000 വീടുകൾ. 50 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ് ഇന്ന് ഗസയിലുള്ളത്. ട്രക്കുകൾ രാവും പകലും നിന്ന് അടിച്ചു മാറ്റിയാൽ പോലും 15 കൊല്ലം എടുക്കുമാറ് അത്രയും വേസ്റ്റ് ഗസയിൽ കുന്നുകൂടിയിട്ടുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ പറയുന്നു. ഇതിനെല്ലാം പുറമെ ഇവർ ബോംബ് വെച്ചത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ബോംബ് വെച്ചു. ഇന്റർനാഷണലി യുദ്ധത്തിന്റെ നിയമങ്ങൾ അങ്ങേയറ്റം ലംഘിക്കുന്നതാണ് അഭയാർത്ഥികളായി ഓടിപ്പോയ ആളുകളുടെ തലയിൽ ബോംബിടുക എന്ന് പറയുന്നത്. അത് ഇവർ ചെയ്തു. അതുമാത്രമല്ല, ലോകത്തൊരു യുദ്ധത്തിലും ആശുപത്രിയുടെ മുകളിൽ കൊണ്ടുപോയി ബോംബിടാൻ പാടില്ല. അതും ഈ നെറികെട്ടവൻ ചെയ്തു. അതുകൂടാതെ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ആളുകളുടെ നേരെ കൊണ്ടുപോയി ലോകത്താരെങ്കിലും ബോംബിടുമോ? അവരുടെ തലയിലും ബോംബിട്ടു. അതുമാത്രമല്ല, ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ബാധിച്ച മുഹമ്മദ് ബഹിറ എന്ന് പറയുന്ന ആ കുട്ടി ചെറുപ്പക്കാരനെ പട്ടിയെ വിട്ടുകൊണ്ട് കടിപ്പിച്ചവനെ കൊന്നുകളഞ്ഞു. മൃതദേഹങ്ങൾക്ക് മുകളിൽ മൂത്രമൊഴിച്ചു, മൃതദേഹങ്ങൾ കട്ടുകൊണ്ടുപോയി, മൃതദേഹങ്ങൾ വികൃതമാക്കി. 20 പച്ച മനുഷ്യരെ കൈകൾ പുറകോട്ട് ബന്ധിച്ച് ജീവനോട് കുഴിച്ചുമൂടി. മാജിദ് ഫിദ അബൂസിന എന്ന് പറയുന്ന 17 വയസ്സുകാരൻ്റെ തലയിലും നെഞ്ചത്തും നിറയൊഴിച്ച് അവനെ കൊന്നതിന് ശേഷം ബുൾഡോസറിൻ്റെ കൈകൾ ഉപയോഗിച്ച് അവൻ്റെ കാലുകൾ ഒടിച്ച് അവൻ്റെ വയറ് കുത്തിക്കീറി കുടൽമാല പുറത്തിട്ടിട്ട് വലിച്ചു കൊണ്ടുപോയി കുന്നിൻ്റെ മുകളിൽ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. 4 ദിവസം മാത്രം പ്രായമായ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റുമായി വാപ്പ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളും അതിൻ്റെ ഉമ്മയും ഇവരുടെ സൈനികരാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു പോയി.
അതോടൊപ്പം തന്നെ ഒരു സൈനികൻ പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിലൂടെ വൈറലായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു കൊച്ചുകുട്ടിയുടെ സോക്സ് എടുത്തുകൊണ്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതുപോലുള്ള 10 കുട്ടികളെ ഒരു ദിവസം കൊന്നതിന് ശേഷം അവയുടെ സോക്സ് മണക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഹോബി. അത്രയും നെറികേട് ചെയ്യുന്നവരാണ് ജൂത സയനിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിന് ഞാൻ വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ഡേറ്റകളൊക്കെ നിങ്ങൾ ഡയറിയിൽ എഴുതി സൂക്ഷിക്കാനല്ല, മറിച്ച് ഇത് വച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത്, അഥവാ രാഷ്ട്രീയമായ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ലക്ഷ്യം പോലും നിർണയിക്കാതെ ബോംബുകൾ വാരിയിട്ട് ആര് ചത്തൊടുങ്ങിയാലെന്താണ്, എന്ത് അപകടങ്ങൾ ഉണ്ടായാലെന്താണ്, എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലെന്താണ്, ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രൂപത്തിൽ ഉള്ള ബോംബുകൾ മുഴുവൻ വാരി വിതറുകയാണ്. ബോംബിടുന്നതിനും ബോംബ് ഉപയോഗിക്കുന്നതിനും മിസൈൽ ഉപയോഗിക്കുന്നതിനും ഒക്കെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുണ്ട്. ആ യുദ്ധ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ നെറികെട്ട രാഷ്ട്രം യുദ്ധം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇതെല്ലാം ചെയ്തിട്ടും ഈ നെതന്യാഹു എന്ന് പറയുന്ന നെറികെട്ട ഭരണാധികാരി ഏതെങ്കിലും ഘട്ടത്തിൽ വിചാരണ ചെയ്യപ്പെടുകയോ ഏതെങ്കിലും ഘട്ടത്തിൽ അയാൾക്ക് ശിക്ഷ വിധിക്കപ്പെടുകയോ ചെയ്യും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നില്ല. അവരെ പിന്തുണച്ച അമേരിക്കൻ ഭരണാധികാരികൾ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ വിചാരണ ചെയ്യപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നില്ല. ഒരിക്കലും അവർ ഒരു ജയിലിലും പോകാൻ പോകുന്നില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അവരെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇനി അവർ ഏതെങ്കിലും അർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടുമോ, ജയിലിൽ അടക്കപ്പെടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന ഭരണാധികാരികൾ ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണാധികാരികളാണ്. അമേരിക്കൻ ഭരണാധികാരികളാണ്. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത് തന്നെ 4 കൊല്ലമാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. അഥവാ 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെ ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. അതിനകത്ത് കൊല്ലപ്പെട്ടത് 70 ലക്ഷം ജനങ്ങളാണ്. സാധാരണക്കാരാണ്, സൈനികരുടെ കണക്ക് വേറെയാണ്. 70 ലക്ഷം ജനങ്ങളാണ്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1939 സെപ്റ്റംബർ 1 തുടങ്ങി 1945 സെപ്റ്റംബർ 2 അവസാനിച്ചത്. അതിൽ കൊല്ലപ്പെട്ടത് 55 ലക്ഷം ജനങ്ങളാണ്. അമേരിക്കൻ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം നാഗസാക്കിയിലും അതുപോലെ തന്നെ ഹിരോഷിമയിലും കൊണ്ടുപോയി ആറ്റം ബോംബ് ഉപയോഗിച്ചു. അതിൽ കൊല്ലപ്പെട്ടത് 3 ലക്ഷം ആളുകളാണ്. കൂട്ടനശീകരണ ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞ് അമേരിക്ക കയറിയത്, ഇറാഖിലേക്ക് അമേരിക്ക കയറി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കൊല്ലപ്പെട്ടത് 5 ലക്ഷം ജനങ്ങളാണ്. ബഷാറുൽ അസദും അയാളുടെ മകൻ ഹാഫിസ് അസദ് എന്ന് പറയുന്ന തെമ്മാടിയും കൂടി 11 വർഷമെടുത്ത് കൊന്നു തീർത്തത് 3 ലക്ഷം സാധാരണ മനുഷ്യരെയാണ്. അഫ്ഗാൻ അധിനിവേശം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറിക്കൂടി അമേരിക്കൻ ഭടന്മാർ കൊന്നൊടുക്കിയത് 10,000-ങ്ങളാണ്. ഇപ്പോൾ നെതന്യാഹു എന്ന് പറയുന്ന നെറികെട്ട ഭരണാധികാരി കൊന്നൊടുക്കിയത് 64,000 സാധാരണ മനുഷ്യരെയാണ്, കുട്ടികളെയാണ്. ഇതൊക്കെ കൊന്നൊടുക്കിയിട്ടും അവരാരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടതോ അവരാരെങ്കിലും ജയിലിലടക്കപ്പെട്ടതോ ആയിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ അക്രമവും അനീതിയും അന്യായവും കൊലപാതകവും ചെയ്ത അക്രമികളും അതിനിരകളാക്കപ്പെട്ട മനുഷ്യരും അവർ 2 കൂട്ടരും സ്വാഭാവികമായി അങ്ങോട്ട് മരിച്ചു പോവുകയാണെങ്കിൽ, ഒരു കൂട്ടർ സ്വാഭാവികമായ മരണം വരിച്ചു, മറ്റേ കൂട്ടർ കൊല്ലപ്പെട്ടു, തീർന്നു എന്നാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 18,000 കുട്ടികൾ അവർ ജീവിതത്തിലേക്ക് വന്നിട്ട് പോലുമില്ല. ആ കുട്ടികളെയാണ് കൊന്നത്. ആ കുട്ടികൾ, അവരുടെ ജീവിതം പോയി. ആ കുട്ടികളെ കൊന്നവർ അവർ ജനിക്കുന്നതിന് മുമ്പേ ജീവിതം പോയി. 18,000 കുട്ടികളുടെ ജീവിതവും പോയല്ലോ. ലോകത്ത് നിങ്ങൾക്കറിയുമോ, യൂണിസെഫിന്റെ ഒരു കണക്കനുസരിച്ച് 14 കോടി കുട്ടികൾ അനാഥരാണ് ഇന്ന് ലോകത്ത്. 14 കോടി കുട്ടികൾ അനാഥരാണ്. അതിൽ ഭൂരിപക്ഷവും യുദ്ധങ്ങളുടെ ഭാഗമായി അനാഥരാക്കപ്പെട്ടവരാണ്. ഈ അനാഥരാക്കപ്പെട്ടതിൻ്റെ പേരിൽ ഈ ഭരണാധികാരികൾ ആരെങ്കിലും പിടിക്കപ്പെടുന്നുണ്ടോ? എവിടെയും പിടിക്കപ്പെടുന്നില്ല. അങ്ങനെ ഈ കുട്ടികൾ ജീവിതം നേരത്തെ അവസാനിപ്പിച്ചു.
ആ കുട്ടികളുടെ ജീവിതം അവസാനിപ്പിച്ച ആളുകൾ ഇനിയും സൗകര്യങ്ങളോടുകൂടി ജീവിച്ച് സ്വാഭാവികമായും മരണം വരിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇതാണ് ലോകത്ത് നടക്കുന്നതെങ്കിൽ 3-4 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കാണണം. ഒന്നാമത്തെ ചോദ്യം, പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? 10,000-18,000 കുട്ടികളിങ്ങനെ, നിരപരാധികളിങ്ങനെ മരിച്ചുപോയി, അവരും മരിച്ചുപോയി, അവരെ കൊന്നവരും മരിച്ചുപോയി, അതോടുകൂടി തീർന്നു എന്നാണെങ്കിൽ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, നമ്മൾ സാധാരണ പറയാറില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തൊരു ചോദ്യമല്ലേ? പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാതായി വരും. പിന്നെ ശരി തെറ്റ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ആയുധം കൈവശമുള്ളവൻ, സ്വാധീനം കൈവശമുള്ളവൻ, സമ്പത്ത് കൈവശമുള്ളവൻ ചെയ്യുന്നതല്ലേ ശരി? അവൻ എന്തു ചെയ്താലും. അതല്ലേ ലോക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അതല്ലേ ആധുനിക യുദ്ധചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അതല്ലേ ഗസ നമുക്ക് പഠിപ്പിച്ചു തരുന്നതല്ലേ? ഗസ പഠിപ്പിച്ചു തരുന്ന അതാണല്ലോ. ആയുധമുള്ളവൻ, പിന്തുണയുള്ളവൻ, സ്വാധീനമുള്ളവൻ, ഡോളറുകൾ കയ്യിലുള്ളവൻ, അഥവാ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ, കാര്യക്കാരൻ, അവൻ പറയുന്നതാണ് ശരി എന്നതല്ലേ ശരി? അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ. മറ്റൊന്ന്, മനുഷ്യരെല്ലാവരും ആവശ്യപ്പെടുന്ന നീതി എന്ന് പറയുന്ന നമ്മുടെ ഒരു തേട്ടമുണ്ടല്ലോ. ആ നീതി എന്ന് പറയുന്ന തേട്ടത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയുമില്ലല്ലോ. സർവോപരി പ്രസക്തമായ വേറൊരു ചോദ്യമുണ്ടല്ലോ. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സമര പോരാട്ടങ്ങളിലൂടെ രക്തസാക്ഷിയാകുന്നതിൽ മണ്ടത്തരമല്ലേ? മണ്ടത്തരമല്ലേ? നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എത്രയോ ആളുകൾ രക്തസാക്ഷികളായി. ലോകത്ത് എത്രയോ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എത്രയോ പച്ച മനുഷ്യർ രക്തസാക്ഷികളായി. അത് മണ്ടത്തരമല്ലേ? അത് വിവരക്കേടല്ലേ? അത് യുക്തിശൂന്യതയല്ലേ? അതിലെന്തർത്ഥമുണ്ട്? അതുപോലെ തന്നെ വളരെ ഉയർന്ന മാനവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ലോകത്ത് എത്രയോ ആളുകളാണ് ജീവൻ ബലി കൊടുത്തിട്ടുള്ളത്. അത് മണ്ടത്തരമല്ലേ? അത് വിവരക്കേടല്ലേ? നമ്മുടെ ബുദ്ധി വളരെ ഉയർന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നെതന്യാഹുവിനെ പഠിപ്പിക്കാനല്ല, അല്ലെങ്കിൽ അയാളെ ജയിലിലയക്കാനല്ല, അയാളെ പിടിച്ചു കെട്ടാനല്ല നമ്മളിത് പറയുന്നത്. എൻ്റെ മുൻപിലിരിക്കുന്ന ഞാനടക്കം നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്, ഇതാണ് ചിത്രമെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല, ശരിതെറ്റുകൾക്ക് അർത്ഥമില്ല, നീതിക്ക് അർത്ഥമില്ല, സമര പോരാട്ടങ്ങൾക്കൊന്നിനും അർത്ഥമില്ലാതാകും. അങ്ങനെ അർത്ഥമില്ലാതാകുമോ? അങ്ങനെ അർത്ഥമില്ലാതാകുമോ? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ കോടതികളില്ല, പോലീസ് സംവിധാനങ്ങളില്ല. ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയുമില്ല, പോലീസ് സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഒരു മാസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കൊല്ലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. പോലീസില്ല, കോടതിയില്ല. ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുക എന്തായിരിക്കും? അരാജകമായിരിക്കും. കാരണം കാശുള്ളവൻ അവന് തോന്നിയതുപോലെ ചെയ്യും, തൻ്റെ ഇടമുള്ളവന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അങ്ങനെ ഓരോരുത്തരും, ആരും പിടിക്കപ്പെടാനില്ല, വിചാരണ ചെയ്യപ്പെടാനില്ല, ആരും ചോദ്യം ചെയ്യാനില്ല എന്ന് വന്നാൽ ഓരോരുത്തരും അവരവരുടെ തനി സ്വഭാവം അവർ പുറത്തെടുക്കും. ആ തേട്ടത്തിൽ നിന്നല്ലേ കേരളത്തിൽ ലോകത്ത് കോടതികളുണ്ടായത്. മനുഷ്യന്റെ തേട്ടമാണതെന്നല്ലേ സൂചിപ്പിക്കുന്നത്. ഇനി കോടതി വിധിച്ചു, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. കോടതി വിധിച്ചു ഒരാൾ തെറ്റുകാരനാണെന്ന്, പക്ഷെ നടപ്പാക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോടതി ഇയാൾ കുറ്റവാളിയാണെന്ന് വിധിച്ചു, അയാൾ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് വിധിച്ചു, പക്ഷെ നടപ്പാക്കാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സംവിധാനമില്ല എന്ന് വന്നാൽ നമ്മൾ ഓരോരുത്തരും നിരാശരായിരിക്കൂലേ? ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളതെന്ന് നമ്മൾ ചോദിക്കൂലേ? കോടതി വിധിച്ച് നടപ്പാക്കാൻ ആരുമില്ല. പീഡിപ്പിക്കപ്പെട്ടവൻ, ഇരകളാക്കപ്പെട്ടവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇരകളാക്കപ്പെടാത്തവനും ചോദിക്കൂലേ, ഇതെന്ത് ഇടപാടാണ്? കോടതി വിധിച്ചല്ലോ, അയാൾ ചെയ്ത് തെറ്റാണെന്ന്, എന്നിട്ടെന്തി അയാളെ പിടിക്കാത്തത്? അങ്ങനത്തെ ഒരവസ്ഥാവിശേഷം കേരളത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും? നമ്മൾ പറയും ജീവിതത്തിനൊരർത്ഥമില്ല, പാവപ്പെട്ടവനൊരു രക്ഷയില്ല, കുട്ടികൾക്കൊരു രക്ഷയില്ല, ദുർബലരായ സ്ത്രീകൾക്കൊരു രക്ഷയില്ല, അതുകൊണ്ട് ജീവിതത്തിനൊരർത്ഥമില്ല എന്ന് എല്ലാവരും പറയുന്നേ. ഈ അടുത്ത ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാവും, മീഡിയകളിലൊക്കെ വന്നത്. ഷാരോണിനെ ഗ്രീഷ്മ കഷായം കൊടുത്ത് കൊന്നു.
ഷാരോണിനെ ഗ്രീഷ്മ കഷായം കൊടുത്ത് കൊന്നതിന് ശേഷം വളരെ ക്രൂരമായ കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് ജസ്റ്റിസ് എം നാസർ എന്ന് പറയുന്ന ബഷീർ എന്ന് പറയുന്ന ജഡ്ജി അവൾക്ക് തൂക്കുകയറാണ് വിധിച്ചത്. ആ തൂക്കുകയർ വിധിച്ചതിൻ്റെ പേരിൽ കേരള ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന തിരുവനന്തപുരത്ത് ഈ വിധിച്ച ജഡ്ജിയുടെ ഫ്ലക്സ് ബോർഡ് പോലത്തെ സംഗതി കൊണ്ടുവന്നതിന് ശേഷം അവിടെ പാലഭിഷേകം നടത്താൻ തീരുമാനിച്ചു. നിങ്ങളൊക്കെ ആ വാർത്ത കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാലഭിഷേകം നടത്താൻ തീരുമാനിച്ചു. ആ ജഡ്ജി വിധിച്ചത് ശരിയാണ്. ആ ജഡ്ജിയുടെ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാലഭിഷേകം നടത്താൻ തീരുമാനിച്ചിട്ട് ഗവൺമെൻറ് സമ്മതിച്ചില്ല. ആ ഫ്ലക്സ് ബോർഡൊക്കെ എടുത്ത് അവർ പോയി, പാലും കൊണ്ട് അവർ പോയി. അതേപോലെ തന്നെ അതിനെ കയറി ഇന്ന് മെരുങ്ങി ന്യായീകരിച്ച ഒരു ജസ്റ്റിസ് ഉണ്ട്, ജസ്റ്റിസ് കമാൽ പാഷ. അദ്ദേഹത്തിനെതിരെ ശക്തമായ രോക്ഷം ഉയർന്നു വന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വന്നത്? എന്തുകൊണ്ടാണ് ആ ജഡ്ജിയെ പാലഭിഷേകം ചെയ്യണം എന്ന ജനം തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് ചാനലിൽ കയറി ഇരുന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച ആ പെണ്ണ് ചെയ്തതിനെ ഏതൊക്കെയോ അർത്ഥത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ച ജസ്റ്റിസ് കമാൽ പാഷക്കെതിരെ ജനരോഷമുയരാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ നീതിബോധമാണ്. നീതി കിട്ടേണ്ടതുണ്ട്. ഏത് 18,000 കുട്ടിയെ കൊന്നിട്ടല്ല, ഒരു ഗ്രീഷ്മ അവൾ പ്രേമിച്ചുകൊണ്ടിരുന്ന ഒരു ഷാരോണിനെ കഷായം കൊടുത്ത് കൊന്നതിൻ്റെ പേരിൽ നീതി കിട്ടിയതിലുള്ള സന്തോഷം, അതിനെ ഏതൊക്കെയോ മൂലയിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചവനോടുള്ള പ്രതിഷേധം, ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ഇതിൻ്റെ യുക്തി എന്താണ്? നീതി വേണം മനുഷ്യന്, നീതി വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നീതി എന്ന് പറയുന്നത്. ഷാരോണിനെ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു, അത് നടപ്പാക്കി എന്നിരിക്കട്ടെ, നീതിയാകും അത്? അതല്ല നീതി. ശിക്ഷിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഷാരോണിന് വിഷം കൊടുത്ത് കൊന്നതിന് ഗ്രീഷ്മയെ ശിക്ഷിച്ചു എന്നേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറം നീതി എന്ന് പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ നീതി എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ വ്യവഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. കാരണം അയാളെ ശിക്ഷിച്ചത് കൊണ്ട് ഗ്രീഷ്മയെ ശിക്ഷിച്ചത് കൊണ്ട് ഷാരോണിന് എന്ത് കിട്ടാനാണ്? ഷാരോണിന് ജീവൻ തിരിച്ചു കിട്ടുമോ? ഷാരോണിന് ജീവിതം തിരിച്ചു കിട്ടാത്തിടത്തോളം നീതിയാണെന്ന് നമ്മളെങ്ങനെയാ പറയുക? ഗ്രീഷ്മ ചെയ്തത് തെറ്റാണ്, ആ കൊടും കുറ്റവാളിക്ക് ശിക്ഷ കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ നഷ്ടപ്പെട്ടു. പോലീസുകാർ ആ 50,000 രൂപ ആ കട്ടെടുത്ത് കൊണ്ടുപോയ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പിടിച്ചു വാങ്ങി തന്നു. ഇറ്റ് ഈസ് ജസ്റ്റിസ്. അത് നീതിയാണ്. കാരണം എനിക്ക് നഷ്ടപ്പെട്ട തുക എനിക്ക് കിട്ടി. അത് നീതിയാണ്. ജീവൻ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ നിലക്ക് നീതി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വലിയ ഒരു തേട്ടമാണ്. ഞാൻ പറഞ്ഞിടത്തേക്ക് വരികയാണ്. ഇത് ഒരു ഷാരോണിനെ കൊന്നതിന് പോലും നമുക്ക് നീതിയെക്കുറിച്ചുള്ള ആ ദാഹം ഇത്ര വലുതാണെങ്കിൽ 18,000 നിരപരാധികളായ കുട്ടികളെ കൊന്നുകളഞ്ഞ, 64,000 വരുന്ന സ്ത്രീ പുരുഷന്മാരെ കൊന്നുകളഞ്ഞ, ലക്ഷക്കണക്കിന് കുട്ടികളെയും പുരുഷന്മാരെയും നിരപരാധികളായ കുറ്റവാളികളല്ല, നിരപരാധികളായ ആളുകളെ കൊന്നുകളഞ്ഞ ഈ ഭരണാധികാരികൾക്ക് ആരാണ് അവരെ ശിക്ഷിക്കുക? ഇവർക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? ഇവിടെ ഒരു ഉത്തരമുട്ടലില്ലേ? വ്യക്തമായൊരു ഉത്തരമുട്ടലില്ലേ? നമ്മൾ ഗൗരവമായി ഈ സംഗതിയെ സമീപിച്ചാൽ ആ ഉത്തരമുട്ടലിൻ്റെ ഉത്തരമാണ് പരലോകമെന്ന് പറയുന്ന വിചാരണയുടെ ഒരു ലോകം വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തീക്ഷ്ണമായി ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഉത്തരം മുട്ടുന്നവർക്കുള്ള ഉത്തരമായിട്ടാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആമുഖമായി നമ്മൾ ഓതി വെച്ചതും അതാണ്. ഖുലില്ലാഹു യുഹ്യീകും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീ. ഖുലില്ലാഹു യുഹ്യീകും, നിങ്ങൾക്ക് ജീവിതം തന്നവനാണ് അല്ലാഹു. പിന്നീട് നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമ, നിങ്ങളെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേർക്കും ആ യാഥാർത്ഥ്യം അറിയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. വയൗമ തഖൂമു സ്സാഅതു യൗമഇദിൻ യഖ്സുറുൽ മുബ്തിലൂൻ, അന്നാളിൽ
ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കനത്ത നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു പറയുകയാണ്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് നിങ്ങളെ മരിപ്പിക്കും. യൗമൽ ഖിയാമത്തി തുബഅസൂൻ, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അവസാനം അവതരിച്ചൊരായത്തുണ്ട്. അള്ളാഹുവിൻ്റെ വഹ്യ്, അള്ളാഹുവിൻ്റെ പ്രവാചകനുള്ള മനുഷ്യ ലോകത്തോടുള്ള വഹ്യ് നിലക്കുന്നത് തന്നെ ഈ ആയത്ത് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് വിചാരണയ്ക്ക് വേണ്ടി തിരിച്ചു പോകുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അന്നാളിൽ ആരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരക്രമവും കാണിക്കില്ല. ഇത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരും, അള്ളാഹുവിൻ്റെ മുൻപിൽ ചെന്ന് വിചാരണക്ക് വിധേയമാകേണ്ടി വരും എന്ന ബോധത്തോടും കൂടി വേണം നമ്മൾ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ കച്ചവടത്തെ കൊണ്ടുപോകാൻ, നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ. അല്ലാതെ നെതന്യാഹുവിനെ ഇതങ്ങൾ പിടിച്ചു കെട്ടാൻ പറ്റും എന്ന് പറയാനല്ല ഞാനിത് മുഴുവൻ പറഞ്ഞത്. കാരണം അത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആളുകൾക്ക് എവിടെയും ശിക്ഷയും വിചാരണയും ഇല്ല എന്ന് വന്നാൽ ജീവിതം നിരർത്ഥകമാകും, നമ്മൾ ഉത്തരം മുട്ടിപ്പോകും. ആ ഉത്തരം മുട്ടലിൻ്റെ ഉത്തരമായിട്ടാണ് പരലോകത്തെ ഇസ്ലാം സമർപ്പിക്കുന്നത്. അങ്ങനെ ആരും ഉത്തരം മുട്ടേണ്ടതില്ല. ആരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആരും നിരീക്ഷിക്കുന്നില്ല, അള്ളാഹു വെറുതെ അലസനായിട്ടിരിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹ് തന്നെ പറയുന്നത്. അതുകൊണ്ട് പരലോകം ഒരു സത്യമാണ്, പരലോകം ഒരു ഉറച്ച യാഥാർത്ഥ്യമാണ്. അതങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിന് അർത്ഥമില്ല. ഇനിയിപ്പോൾ ആ കഥകളൊന്നും പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം പരലോകം മൈനസ് ചെയ്താൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലം ഹിയർ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന പരലോകം മൈനസ് ചെയ്താൽ, പിന്നെ നമ്മുടെ ലൈഫ് മീനിങ്ലെസ് ആയി. പിന്നെ നമ്മൾക്ക് ശരി തെറ്റൊന്നും ഇല്ലാതാകും, ത്യാഗമില്ലാതാകും, സ്നേഹം അർത്ഥരഹിതമാകും, കാരുണ്യം വിഡ്ഢിത്തരമാകും, ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് വിവരക്കേടാകും, വ്യഭിചാരം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമായി മാറും. നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ആധുനിക ലോകത്തെ ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ ഗസയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ, ലോകത്തിൻ്റെ യുദ്ധത്തിലെ പശ്ചാത്തലത്തിൽ ഈ ഒരു ആംഗിളിലൂടെ ഈ വിഷയത്തെ കണ്ട എത്ര ആളുകൾ ഉണ്ടാകും? വിശ്വാസികൾ പോലും ഉണ്ടാവുമോ? പടച്ചവൻ ഇവനാര് മറുപടി കൊടുക്കും? ഇവനാര് വിചാരണ ചെയ്യും? ഇവനാര് ജയിലിലടക്കും? ജയിലിൽ അടക്കില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സമവാക്യമല്ലേ ശരിയാവുക എന്ന് ചിന്തിച്ച് എത്ര ആളുകൾ മനുഷ്യരിലുണ്ടാകും ഈ ഗസയുടെ പശ്ചാത്തലത്തിൽ? അതുകൊണ്ട് ഗസക്ക് നമ്മളോട് പറയാനുള്ള തീക്ഷ്ണമായ ഒരു സത്യം എന്ന് പറയുന്നത് പരലോകം ഒരു വലിയ സത്യമാണ് എന്നതാണ്. പരലോകം ഒരു വലിയ സത്യമാണ്. വിശ്വാസികളായ നമ്മൾ അത് മുന്നിൽ കണ്ടുവേണം ജീവിക്കാൻ. നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താനും പരുവപ്പെടുത്താനും ഇത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.